20 വർഷത്തോളമായി പരിചയം സൗഹൃദമാണ്. സൗഹൃദം എന്ന് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ സ്ഥിരമായി ഗാർഡ് ഡ്യൂട്ടി കിട്ടും പീഡിപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. സീനിയറിന്റെ എല്ലാ സീനിയറിന്റെ വൃത്തികേടുകളും എന്നോട് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഹെലികോപ്റ്റർ വിളിച്ച് പോയി പിടിക്കും. ആ പിടിച്ചിട്ട് പിന്നീട് കുറ്റബോധം തോന്നുന്നു. ഇന്നലെ രാത്രി ചെറുതായിട്ട് തോന്നിയായിരുന്നു. ഇയാൾ മറ്റേ തരികിട എന്ന് പറയുന്ന മൂടുപടം ഇട്ടിട്ട് അതിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ ഇന്റലക്ച്വൽ ആണെന്ന് തിരിച്ചറിയാൻ ജോസഫ് എഴുതി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജോഷിയാ എഴുതുന്നത്. എനിക്കൊന്ന് പ്രേക്ഷകർക്ക് ഇത് വലിയ അറിവ് ഉള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷാഹി പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. ചെറിയൊരു സംശയം വരും, പുള്ളി അപ്പൊ ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അന്നൊക്കെ ഓൾ പാസ്സാ, പക്ഷെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചുകൊണ്ട് മലയാളം അറിഞ്ഞു. അതായത് അപ്പൊ റിട്ടേൺ ബൈ ഷാഹി കബീർ എഴുതുന്ന ഒന്നും റിട്ടേൺ ബൈ ഷാഹി കബീർ അല്ല. ഗേറ്റ് വന്ന് വീടിനകത്തോട്ട് കയറുമ്പോൾ ഷോക്കേസിൽ ഫസ്റ്റ് ഇരിക്കുന്നു അക്ഷരാധരവ്. ഇയാളുടെ വാപ്പ ഇയാൾക്ക് ഷാഹിന്ന് പേരിട്ടത് 2 അക്ഷരമേ ഉള്ളൂ. തെറ്റല്ലെന്ന് വിചാരിച്ച അത് എഴുതുമ്പോൾ 3 തെറ്റാണ്. കേസ് എഴുതാതിരിക്കാൻ വേണ്ടി തിരക്കഥാകൃത്തായതാണ്. എന്നാലും സമാധാനമായല്ലോ. എന്റെ 2 വിഗ്രഹങ്ങളാണ് ഉടഞ്ഞത്. ജൂലൈ 31 ഉന്മാദം തിയേറ്ററുകളിലേക്ക് എത്താണ്. എന്നോടൊപ്പം ഷാഹി കബീർ, ഷാജി മാരാട്, സാബുമോൻ 3 പേരും ചേരുന്നു. നമസ്കാരം. പല ഇന്റർവ്യൂസ് നിങ്ങൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടാവും. ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇതിന്റെ പ്രോസസ്സ് ഇതായതുകൊണ്ട് ചോദിക്കാം. ഞാൻ ടൈറ്റിലിൽ നിന്ന് ആരംഭിക്കാം. ഷാഹി ചേട്ടനോടാണ് ചോദ്യം. ഈ ടൈറ്റിലിൽ വളരെ എങ്ങനെ പെട്ടെന്ന് വിസിബിൾ ആവുന്നതല്ല. നമ്മളൊന്ന് ഇരുത്തി നോക്കണം. കൂടെ ഒരു പല്ലിയുണ്ട്. പിന്നെ ഇത് ഇംഗ്ലീഷിലായാലും ആ യുവിന്റെ എൻഡിങ്ങിലാണ് പല്ലി വരുന്നത്. മലയാളത്തിലും യുവിന്റെ അവിടെയാണ് എൻഡിങ് വരുന്നത്. ഇതെന്താ ഈ മാഗ്നറ്റ് പോലത്തെ എന്തെങ്കിലും പരിപാടിയാണോ? എന്റെ ഡീകോഡിങ് ആട്ടോ. ഇത് ഈ മാഗ്നറ്റ് പോലെ എന്തെങ്കിലും വന്ന് ചാക്കോച്ചിന്റെ മാഗ്നറ്റ് പോലെ പിന്തുടരുന്ന, അങ്ങനെ ഈ പല്ലി അങ്ങനെ പിന്തുടരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ടൈറ്റിൽ ഡീകോഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് പടം കണ്ടിട്ട് സ്വന്തം ഡീകോഡിങ് നല്ലതാണോ അല്ലേന്ന് അപ്പൊ തീരുമാനിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ട് നമ്മൾ പറയുന്ന പറയുന്നതിനേക്കാളും അല്ല ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ നമ്മൾ. ഇല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്നതാണ്. എന്റെ ആ വിലയിരുത്തലിന് എത്ര മാർക്ക് തരും? കുറച്ച് മാർക്ക് തരാം. താങ്ക്സ്. ഷാജിയേട്ടാ, ഇപ്പം നമ്മള് നിങ്ങളായിട്ടുള്ള കൊളാബറേഷൻ വരുന്നുണ്ടല്ലോ. ഒരു കൊളാബറേറ്റീവ് മോഡിലേക്ക് വരുമ്പോൾ ഏത് ടൈമിലാണ് എഴുത്തിൽ കൂടെ കൂടിക്കോ അല്ലെങ്കിൽ കൂടണ്ട എന്നുള്ളൊരു ചിന്ത, പ്രോസസ്സിങ്, ടോക്കുകൾ ഒക്കെ വരുന്നത്? ഇതിന്റെ കൂടെ ഞാൻ എഴുത്തുകാരനല്ല. അല്ല, ഇതിലില്ല. ഞാൻ പറഞ്ഞത് നേരത്തെ ഉണ്ടല്ലോ. എഴുത്തില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. ഒരു 10-20 വർഷത്തോളമായി പരിചയ സൗഹൃദമാണ്. സിനിമയ്ക്ക് മുമ്പുള്ള സൗഹൃദമാണ്. പോലീസിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ സൗഹൃദമാണ്. സിനിമയിലേക്ക് ഒരു സമയത്താണ് ഞങ്ങൾ സൗഹൃദം എന്ന് പറയുന്നത്. ആദ്യത്തെ 2-3 വർഷം എന്നെ ഏറ്റവും കൂടുതൽ മണിയാർ ക്യാമ്പിൽ ലീവ് തരാതെയും സ്ഥിരമായി ഗാർഡ് ഡ്യൂട്ടി കിട്ടും പീഡിപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. സീനിയറിന്റെ എല്ലാ സീനിയറിന്റെ വൃത്തികേടുകളും എന്നോട് കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും. കാരണം ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഉടനെ എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുക എന്ന് പറയുന്നത് അന്ന് അത് ആൻസറാണ് കറക്റ്റ്. കയ്യിലിപ്പ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഞങ്ങൾക്ക് കൂടെ ഉള്ളവർക്ക് അറിയാം. അപ്പൊ അതായത് ഇതിൽ ട്രീറ്റ് ചെയ്തില്ല, ചിലപ്പോൾ കൈ കിട്ടാതെ പോകും. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ നിന്നുപോയി. ഇപ്പൊ ആ സീനിയറിനോടുള്ള ബഹുമാനം സിനിമയെ കാണിക്കുന്നത് ഒരു ബഹുമാനമില്ല. അതൊരു പ്രതികാരം ചില സ്ഥലത്ത് പെരുമാറുന്നുണ്ട്. അപ്പച്ചൊക്കെ സിനിമയിൽ നിന്ന് അല്ല ഫോഴ്സിലുള്ളപ്പോഴും ഒന്നും ബഹുമാനമൊന്നും ഒന്നുമില്ല. അല്ലാത്ത ഞങ്ങളുടെ അങ്ങനെ എങ്ങനെ പറയോ അഭിനയിക്കുമ്പോ നേരെ അഭിനയിക്കും. അഭിനയിക്കാൻ വിളിക്കുന്നതല്ല. അത് തന്നെയല്ല, ഷാഹിയുടെ ഒരു ആപ്തവാക്യം തന്നെ ഉണ്ട്, അംഗീകാരം ഈ കുടുംബത്തിൽ ഇല്ലാന്ന്. ഓക്കെ കട്ടിനൊന്നും പറയില്ല. എത്ര ചെയ്താലും പറയും വേറെ ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു, വെറുതെ ആവശ്യമില്ലാത്ത പണിയായിരുന്നു എന്ന് പറയാറുണ്ട്. ഈ വായന നല്ല വാക്ക് കിട്ടാൻ എന്താണ് സാധിച്ചത്? അല്ല, അങ്ങനല്ല. ഇത് അവര് തമ്മിലുള്ള അവര് പോലീസ് ഫോഴ്സിന് ഇടയിലുള്ള വിഷയത്തിൽ ഞാൻ ഇടപെടണ്ടല്ലോ. അതെ, എന്റെ വന്നാ പറയാം നീ നടുക്കിരിക്കുന്നു പറഞ്ഞു. സൗകര്യമില്ലായിരിക്കും 2 പോലീസുകാരുടെ ഇടയിൽ. അല്ല, മറ്റേ നമ്മൾ പറയുന്ന മൂട്ടയുടെ ആവാസ വ്യവസ്ഥ മൊത്തത്തിൽ ക്രയോജനിക് പ്രവർത്തനത്തെ വരെ ഇന്റലക്ച്വലി സംസാരിക്കുന്ന, എല്ലാത്തിന്റെ ഇടയിൽ തലയിടുന്ന, അനാവശ്യമായ വഴി കൂടെ പോകുന്ന എന്തിലും തലയിടുന്ന സാബുമോൻ ഇതിൽ ഇടുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. താല്പര്യമില്ല. അല്ല, ഈ പറന്നു പോണ കിളിയെ ഏണി വെച്ച് കയറി പിടിക്കുന്ന പരിപാടിയാണ്. ഞാൻ ഹെലികോപ്റ്റർ വിളിച്ച് പോയി പിടിക്കും. ആ പിടിച്ചിട്ട് പിന്നീട് കുറ്റബോധം തോന്നുന്നു. ഇന്നലെ രാത്രി ചെറുതായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ ഈ ഏണി പിടിക്കുക, വള്ളി പിടിക്കുക, ഇത് നമ്മള് പണ്ട് തുടങ്ങുന്നതാണല്ലോ ഇത്. എന്നെ സംബന്ധിച്ച് അതൊരു ഏണിയല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ ഉദ്ദേശിച്ച സാധനം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അത് ബാക്കിയുള്ളവർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് അവരവരുടെ തലച്ചോറിനകത്ത് പ്രതിപ്രവർത്തനം അനുസരിച്ചിരിക്കും. അതിന് ഞാൻ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും എനിക്ക് അഭിപ്രായം പ്രതിപ്രവർത്തനം നേരെ ഷായി പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മൂട്ടയുടെ
ആവാസവ്യവസ്ഥ മുതൽ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സാധനമാണ് പ്രതിപ്രവർത്തനം എന്നുള്ള വേടൊക്കെ. അല്ലെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് വേറൊരാൾ എന്ത് വിചാരിക്കുന്നു, അയാളുടെ പ്രതികരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് എന്തിന് മനസ്സ് പുണ്ണാക്കണം? എൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അവര് പറയാനുള്ളത് പറയുന്നു, അത്രേ ഉള്ളൂ ഈ സാധനം. പിന്നെ അതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. മറുപടി അർഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം. കാരണം എപ്പോ ഞാൻ പറഞ്ഞതിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ഓടിക്കളയാന്നുള്ളത്. പിന്നെ ഏറിപ്പോവാന്ന് പറയുന്നത് ഒരു ഇഷ്ടമുള്ള പരിപാടിയും കൂടെയാണ്. അത് വരുന്നതിന് മുമ്പ് ദാറ്റ്സ് മൈ എന്റർടൈൻമെന്റ്. അല്ല, അത് നമ്മുടെ പ്രൊഫഷനെയും കൂടെ ഭാഗമാണ്. അതെ, പറക്കുക എന്നുള്ള എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. ചേട്ടാ, പ്രൊഫഷണലി ഒരു കാര്യം ചോദിക്കാം. ഒരു 2 വർഷം മുമ്പ് ഒരു അനൗൺസ്മെന്റ് നടത്തി, ഒരു ഡയറക്ടോറിയൽ അനൗൺസ്മെന്റ്. എന്താ അതിന്റെ അപ്ഡേറ്റ്? അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓണാണ് കാര്യം. അത് എഴുതി അത് പൂർത്തിയാക്കി. അപ്പം എൻ്റെ സുഹൃത്തുണ്ട് ലിജോ, അങ്ങനെ ലിജോടെ കൊണ്ട് കൊടുത്തു. അവൻ കാറി തുപ്പി. അപ്പൊ പറഞ്ഞു ഇതിങ്ങനെ അല്ലടാ എന്ന് പറഞ്ഞു. ഇതല്ലടാ ഇതില്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞിട്ട് കുറെ നോട്ട്സ് തന്നു. അപ്പൊ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് വേറെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇതേപോലെ സംവിധായകനാണ്, പുള്ളിയെ കാണിച്ച്. അപ്പൊ അവൻ പറഞ്ഞ് ഇതും കൊണ്ട് അവൻ്റെ അടുത്തോട്ട് പോകണ്ട, ഇത്രയും മാറ്റുന്നവന് കുറെ ലിസ്റ്റ് തന്നു. സോ ഇറ്റ്സ് ലോങ് പ്രോസസ് ആണ്. ഇല്ല, ഞങ്ങൾ ഈ സിനിമയിലാണ് ഞങ്ങൾ ഇപ്പഴാ രസമുള്ള സാധനം. ഞാൻ സാവുമണ്ണാളെ അല്ലെ ഐഡന്റിറ്റിയിലാണ് കണ്ടിരിക്കുന്നത്, തരികിട. അപ്പം നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഒന്നും അറിയില്ല, ഒരു മിമിക്രി. പക്ഷെ ഷൂട്ടിന്റെ സമയത്ത് ഇയാളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇയാൾ മറ്റേ തരികിട എന്ന് പറയുന്ന മൂടുപടം ഇട്ടിട്ട് അതിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു വലിയ ഇന്റലക്ച്വൽ ആണെന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സൗഹൃദം. കാരണം ലോകത്ത് എന്തിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചാലും ഇത് തമാശ അല്ല കേട്ടോ, വെരി സീരിയസ്ലി. ഞാൻ ബാക്കി പറയുകയും ചെയ്തു, അയ്യോ ഞാൻ തെറ്റിദ്ധരിച്ചില്ല, ഞാൻ വിചാരിച്ചത് മറ്റേ മിമിക്രി തരികിട പരിപാടി ആയിരിക്കും. പക്ഷെ ഇയാളൊരു കാര്യത്തെ കുറിച്ച് പറയുന്നു. ഇന്നലെ ഞങ്ങളുടെ ഇടയിൽ ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകളും പരിപാടിയൊക്കെ വരുമ്പോൾ ഇയാൾ പറയുന്ന കാര്യമൊക്കെ ഭയങ്കര കറക്റ്റാണ്. നമ്മളെ ആ രീതി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. അവിടെ നിന്നൊരു ക്യൂവിലോട്ട് ഞാൻ പൊക്കോട്ടെ. സ്വാഭാവികമായിട്ടും ഇന്റലക്ച്വൽ ആണ്, രാഷ്ട്രീയ ചർച്ച അങ്ങനെ പറയല്ലേ, അർപ്പിക്കല്ലേ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കും. അങ്ങനെ ഉത്തരവിടണ്ടെന്നേ. ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു തലതിരിഞ്ഞ ഒരു അഹങ്കാരം പിടിച്ച ഒരു ഭയങ്കര തിരുവനന്തപുരം ഭാഷ ഒരു മുട പിടിച്ച് ഇങ്ങനെ അങ്ങ് പോകുന്നതിൽ ഒരു സുഖം കണ്ടെത്തുന്ന ഒരാളാണ്. അല്ല, എന്റെ ഒരു ഐഡിയ ഇത്രയേ ഉള്ളൂ, അയാൾക്ക് പറയാനുള്ള എല്ലാം പറയും, പക്ഷെ അറ്റാക്ക് വരത്തില്ലല്ലോ. പുള്ളി ഇങ്ങനെ ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു സാധനം അങ്ങ് വെച്ചിട്ട് ആ ഷീൽഡിന്റെ പറയുന്നുള്ള കാര്യം. അത് നല്ലൊരു പറയുന്ന എല്ലാം കൃത്യം കാര്യങ്ങളുമാണ്. ധ്യാനും സാവുചേട്ടനൊക്കെയാണ് അങ്ങനെ ഒരു പ്രിവിലേജ് പറയാം, പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നത്. അത് എൻജോയ് ചെയ്യുന്നുണ്ട് പരിപാടി. പറഞ്ഞില്ലേ, ഈ സ്വാഭാവികമായിട്ടും ഇപ്പം ഈവൻ ഷാഹി ആണെങ്കിലും മാറാടാണെങ്കിലും പിന്നെ പറയാനൊരു ഭയങ്കര മടിയായിരിക്കും. കാര്യം അയ്യോ ഇത് എങ്ങനെ എടുക്കും ആളുകൾ, എന്ത് തലത്തിലേക്കായിരിക്കും ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഉന്മാദത്തിന്റെ ഊന്റെ അകത്ത് പല്ലി വരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ ഊലൊക്കെ ഒരുപാട് ചിന്തകൾ വരും ഷാഹിക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത് പറയാതിരിക്കും. പക്ഷെ ഞാൻ പിന്നെ അങ്ങല്ല, ഊക്കകത്ത് ഇതാണെന്ന് ഞാനങ്ങ് പറയും. മനസ്സിലായി? അതാണ് ഇതിന്റെ ഒരു ശാസ്ത്രം. മനസ്സിലായി. ഒരു സീരിയസ് ആയിട്ടൊരു കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാറിയോ ആയിരിക്കുമല്ലോ, ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഒരു കാര്യം, ഈ സിനിമ റിലീസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഈ സമയത്താണ്. ഇപ്പോൾ ഒരു റീല് പോലും ഒരു ഇൻഫ്ലുവൻസർ ഇട്ട് കഴിഞ്ഞാൽ ഈ സമയത്താണോ ഒരു റീൽ ഇടുന്നത്, എങ്ങനെ തോന്നുന്നു എന്നൊരു ചോദ്യം വരുന്ന സമയത്താണ് ഒരു സിനിമ വരുന്നത്. ഇതിന്റെ ലാൻഡിങ്, ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലാൻഡിങ് ആണല്ലോ, അതെങ്ങനെയാണ് നോക്കുന്നത്? അങ്ങനൊന്നുമില്ല, നമ്മൾ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു, നമ്മളൊരു സിനിമ ഇറക്കുന്നു. ഓക്കെ, ഏത് സിനിമ ഇറക്കുമ്പോഴും അന്നത്തെ സാഹചര്യങ്ങളും സാമൂഹ്യ ബോധവും എല്ലാ സിനിമയെ ബാധിക്കാറുണ്ട്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ എന്തായാലും നമുക്ക് ഈ സിനിമ ഇറക്കിയേ പറ്റൂ. മനസ്സിലായി. അപ്പൊ അത് അങ്ങനത്തെ കൺസേൺ എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഒരു ഇപ്പം പൊളിറ്റിക്കലി അവര് ഫേസ് ചെയ്യുന്നത് പോലെ, ഒരാവശ്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന പോലെ ഇപ്പുറത്തും കുറേ കലാകാരന്മാരും കുറേ പ്രവർത്തകർ, സിനിമയുടെ പിന്നിലെ പ്രവർത്തകരും എല്ലാം കുറേ നാളത്തെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണല്ലോ ഈ സാധനം. അതിനും ആ പെയിൻ ഉണ്ട്. അല്ല, ഇത് ഒരാളുടെ തീരുമാനമായിട്ടല്ല. ഇപ്പൊ നമുക്ക് എനിക്ക് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, അവർക്ക് അതിന്റെ പ്രീ ബിസിനസ്സുകൾ നടന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു സാറ്റലൈറ്റ് പോലെ OTT എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റ് വേണം. അതൊരു ടെക്നിക്കൽ തിങ് ആണ് ആക്ച്വലി. റിലീസ് ഡേറ്റ് ഇപ്പോ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ ഇടയിൽ നിങ്ങൾ റിലീസ് ചെയ്യണോ
എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഈ റിലീസ് ഡേറ്റ് ഒക്കെ നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് ചെയ്തിരിക്കുന്ന തിയേറ്ററുകളൊക്കെ സെറ്റ് ചെയ്ത് അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. നമുക്ക് ആ സ്പേസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇത്രയും സിനിമകൾ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഡേറ്റ് തിയേറ്ററുകളിൽ അനുവദിച്ച് കിട്ടുക, അത് കിട്ടിപ്പിക്കുക. അപ്പം അതിലേക്ക് അടുത്ത് വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നു പെട്ടത് കൊണ്ട് നമ്മളിത് മാറ്റി വെച്ചാൽ പിന്നെ എപ്പോ എന്നൊക്കെ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ വെളിയിൽ നിൽക്കുന്ന ഒരാളിന് ഇതിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ ആവശ്യമുണ്ട് എന്ന് അവർക്ക് ചോദിക്കാം. പക്ഷേ ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു പ്രൊഫഷണൽ വേയിൽ ഓപ്പറേറ്റ് ആവുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിന് നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിനൊരു തൊഴിലായിട്ട് ഉണ്ടാവും. നിങ്ങളെല്ലാരും ഇപ്പോഴും വന്നിരിപ്പില്ല ഈ ഒരു തൊഴിലായിട്ട് ഈ സമയത്തും. ഞങ്ങളുടെ ഇതൊരു തൊഴിൽ ആണ്. ഇതും അതുമായിട്ട് ആക്ച്വലി റിലീസ് ഡേറ്റോട്ടൊന്നും നമുക്ക് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. കണക്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ ഇപ്പോൾ ഉള്ള ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ചാക്കോച്ചന്റെ ഒരു അഭിപ്രായം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേറൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂവിലും പറഞ്ഞു, എല്ലാ അഭിപ്രായങ്ങളും പറയാൻ കഴിയുന്ന ഒരു വ്യവസ്ഥിതിയാണല്ലോ ഒരു ഡെമോക്രസി എന്ന് പറയുന്നത്, ഒരു ജനാധിപത്യം, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്രമണത്തിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, എന്നോട് ഇപ്പൊ നടക്കുന്ന ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സർക്കാസ്റ്റിക് ആയിട്ട് ആരംഭിച്ച ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, സർക്കാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി തുടങ്ങിയ ഒരു സംഭവമാണ്. ഒരു ആക്ഷേപഹാസ്യ രൂപേണ തുടങ്ങി അതൊരു വലിയ സമരത്തിലേക്ക് പോയ ഒരു ജെൻസിയുടെ, അതായത് എനിക്കൊന്ന് അതിൽ പങ്കെടുക്കുന്ന ഒരു ബഹുഭൂരിപക്ഷവും ദ ന്യൂ ജനറേഷൻ, അതായത് സമരമുഖങ്ങളിലൂടെ കടന്നു പോവുകയോ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയോ തലച്ചോറിന്റെ ഒരു കോണിൽ പോലും രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യരാണ് ഇപ്പൊ ഈ ഇറങ്ങി നിൽക്കുന്ന കുട്ടികൾ. അപ്പോ എല്ലാരെയും അങ്ങനെ പറയരുത്. അല്ല, അതില് നമ്മളിപ്പോൾ ഞാനിപ്പോ നേരിട്ട് പോയി അവിടെ കണ്ടിട്ടില്ല, പക്ഷെ ഞാനിപ്പം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കാണുന്നതും പ്രകാരമാണ് ഞാൻ സംസാരിക്കുന്നത്. അതെ, ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിലവിൽ ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറെ നാളുകളായി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയ അണുബോംബുകൾ അപ്പുറത്തെല്ലാം ഇരിക്കുകയും ഒരു പർട്ടിക്കുലർ വിഷയത്തിലേക്ക് ഒരു ആക്ഷേപഹാസ്യ രൂപേണ തുടങ്ങിയ സാധനം ഒരു വലിയ മൂവ്മെന്റ് ആയി വരികയും അതിന് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യബോധമോ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാനുള്ളൊരു ആശയമോ ഐഡിയാസോ ഒന്നും ഇല്ലാതെ പോകുന്നതാണ്. ഒരു പർട്ടിക്കുലർ സാധനത്തിന് വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് ഞാൻ പറഞ്ഞു. ഇതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഇടയിൽ നമ്മളൊരു വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകണ്ട. രാഷ്ട്രീയ ചർച്ചയ്ക്ക് പോകുന്നതല്ല, അതിനൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ വരുത്തുക. അതായത് ഇവരെല്ലാവരും ഈ CJP പാർട്ടി അംഗങ്ങളാവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഒരു പാർട്ടി ഇല്ല, അങ്ങനെ ഒരു അംഗത്വവും ഇല്ല, അതൊരു കൂട്ടായ്മയാണ്. അതെ, കൂട്ടായ്മയാണ്. മനസ്സിലായി. ഇപ്പൊ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് അത് ഇത് നമ്മുടെ ഈ സെലൻസ്കി വന്നത് ഇങ്ങനെയാണ്. ഉക്രൈനില് സെലൻസ്കി അവിടെ ഒരു കൊമേഡിയനാണ്. അപ്പൊ അയാള് ആക്ഷേപഹാസ്യം ഷൂട്ട് ചെയ്ത് വരുന്നതാണ്. അയാൾ ഈ സ്കിറ്റ് പോലത്തെ സാധനമൊക്കെ സീരീസുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അയാള് നിലവിലുള്ള രാഷ്ട്രീയക്കാരെ കളിയാക്കിക്കൊണ്ട് സാധനങ്ങൾ ചെയ്യുകയും ഒരു സമയത്ത് എങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്, ഇവരെല്ലാം കള്ളന്മാരാണ്, നിങ്ങൾ എന്നെ ആക്കുക എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരികയും ആളുകൾ അതൊരു പ്രത്യേക ആശയത്തിൽ അധിഷ്ഠിതമല്ലാത്തതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇയാളെ തിരഞ്ഞെടുക്കുകയും അതിനുശേഷം ആ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദുരിതാവസ്ഥ നമ്മൾ മുന്നിൽ ഉദാഹരണമുണ്ട്. പിന്നെ ചില മൊമെന്റിൽ അത് മനുഷ്യ സമൂഹത്തിൽ നിരന്തരം സംഭവിക്കുന്ന സാധനമാണ്. നമുക്കൊരു എതിർപ്പ് വരുമ്പോഴത്തേക്ക് നല്ലതോ ചീത്ത എന്നുള്ളതല്ലേ വേറൊരു സാധനം ഓപ്റ്റ് ചെയ്തളായി. അങ്ങനെ ഒരു ഓപ്ഷൻ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത്. തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഓപ്ഷനാണ്. ഞാൻ അതിന്റെ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, മനസ്സിലായി. ഞാനിത് ജനറലൈസ് ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ ഈ സെലൻസ്കിയെ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞത്. നമ്മുടെ കൺമുന്നിലിരിക്കുന്ന ഉദാഹരണമാണത്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ വൈവിധ്യമാർന്ന സാംസ്കാരിക സാമൂഹിക ഭാഷ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൈവയ്ക്കുന്നത് വലിയ ആറ്റം ബോംബായിട്ട് രൂപപ്പെടാം. അത് എവിടെ ചെന്ന് എത്തുമെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ബി കെയർഫുൾ എന്നുള്ള ആറ്റിറ്റ്യൂഡുകാരനാണ് ഞാൻ. കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ ഉള്ള മൂവ്മെൻറ്റുകൾ ഭയപ്പെടേണ്ടതാണ്. കാര്യം ഇതിന് മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരെണ്ണം നടന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം നമ്മുടെ ഇൻ്റർനാഷണൽ തലത്തിലും നാഷണൽ വൈസും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സോ ഐ ആം വെരി കെയർഫുൾ ആൻഡ് വളരെ ഒരു എന്താ പറയുന്ന
വിമർശന ബുദ്ധിയോടെ ഞാൻ ഈ കാര്യങ്ങളെ ഞാൻ പേഴ്സണലി മനസ്സിലായി. അപ്പൊ അനുകൂലിക്കുന്നില്ല, പ്രതികൂലിക്കുന്നില്ല, അതാണ് അതെ. അവരുടെ ഞാൻ എന്നെ വാൺ ചെയ്യാറുണ്ട്, കെയർഫുൾ ടേക്കിംഗ് എ സ്റ്റാൻഡ് അല്ല അല്ല ഇതിനെക്കുറിച്ച്, ഓക്കെ. ഇതിൽ എവിടെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലപോലെ ചിന്തിച്ച് ആലോചിച്ച് അതിന് എനിക്കൊരു മറുപടി കിട്ടാത്തിടത്തോളം എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ഫൈൻ, ഓക്കെ. ഷായിക്ക, ഇപ്പം ഈ പടത്തിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്ന ഘട്ടത്തിൽ ഓക്കെ ഇത് ഞാൻ ഡയറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാനിത് വേറൊരാൾക്ക് കൊടുക്കാം എന്നുള്ള ഡിസിഷൻ എങ്ങനെയാണ് വരുന്നത്? കമ്മിറ്റ്മെന്റിന്റെ പുറത്താണോ അതോ ഓക്കെ ഇത് ഞാൻ കൈവയ്ക്കുന്നില്ല ഇത് മറ്റൊരാൾക്ക് കൊടുക്കാം, ആ ഡിസിഷൻ എങ്ങനെയാണ്? ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ള ഡിസിഷൻ? എൻ്റെ കുറച്ച് സിനിമകൾ, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് സിനിമകൾ ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളുണ്ട്. ഞാനിപ്പോൾ അത്തരം സിനിമകൾ മാത്രമേ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കൂ. അപ്പം ഇത് മോശമായി എന്നുള്ളതല്ല, എനിക്ക് കുറെ കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളുണ്ട്. അപ്പം ഒരു സംവിധാനം ചെയ്യുമെന്ന് പറഞ്ഞാൽ 1 വർഷം പോകുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനിടയിൽ സാമ്പത്തികപരമായി മുന്നോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ഞാൻ വെളിയിൽ കൊടുക്കുന്ന സിനിമകൾക്ക് കുറച്ചുകൂടെ ഒരു കൊമേഴ്സ്യൽ വയബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന സിനിമകളെക്കാളും അല്ല ഞാൻ സംവിധാനം ചെയ്ത സിനിമയെക്കാളും ഞാൻ എഴുതുന്ന സിനിമകളാണ് കുറച്ചുകൂടെ കൊമേഴ്സ്യലി വയബിൾ. അത് ഞാൻ എടുക്കാറില്ല, ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കാം എന്നല്ല ഞാൻ പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഞാൻ കുറച്ചുകൂടെ പേഴ്സണൽ സിനിമകളാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ എന്റെ കൺട്രോളിൽ നിൽക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ. 2 ക്യാരക്ടേഴ്സാണ് അങ്ങനെ അല്ല ലവിള പുഞ്ചറ. അല്ല ഇത് ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു സംസാരിച്ച ഷാഹി പറഞ്ഞ ഒരു സാധനം ഇതാണ്, ചില സാധനം ഞാൻ ചെയ്ത കയ്യിൽ നിന്ന് പോകും. അല്ല അതാണ് ഈ സംവിധാനവും എഴുത്തും തമ്മിലൊരു ഭയങ്കര വ്യത്യാസമുണ്ട്. പറഞ്ഞു കൊടുക്കുക. ഇത് വളരെ ഒരു വലിയ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 150-160 പേരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യേണ്ട അല്ലെ അത്രയും പേരെ കൺട്രോൾ ചെയ്യേണ്ട ഒരാളായി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാകും. അപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമകൾ വളരെ മിനിമൽ ക്രൂവിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സ്പേസിൽ ചെയ്യാനാണ്. അത് എൻ്റെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ നാഷണൽ അവാർഡൊക്കെ വിൻ ചെയ്തിട്ട് നമുക്ക് ഇത്രയും പേര് കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു പരിപാടി അത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്ക് അധികാരം എൻജോയ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ വേറെ ഭാഗമാണ്. ഇപ്പൊ ഹൗമ പറഞ്ഞ കണക്ക് എന്നെ ഒന്നും എവിടെയും കൊണ്ട് ഇരിക്കാൻ പറ്റില്ല, നമുക്ക് ഈ ആ പരിപാടി പറ്റില്ല. യഥാർത്ഥത്തിൽ ഈ ഇന്റർവ്യൂവിന് വന്നത് തന്നെ ഞാൻ വളഞ്ഞു പിടിച്ചുകൊണ്ടിരുത്തിയതാണ്. അല്ല എനിക്ക് അതാണ് ഇപ്പം വളഞ്ഞു പിടിച്ചിരുത്തുന്നതിന് കൂടെ തന്നെ റൈറ്റിങ്ങിന്റെയും കാര്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഏത് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മുടെ ഭാഷ അല്ലെങ്കിൽ നമ്മൾ യൂസ് ഒന്നുമല്ല സുഹൃത്തെ. ഞാൻ എൻ്റെ ഒരു സ്ക്രിപ്റ്റും ഞാൻ തമാശക്ക് പറയാറുണ്ട്, ജോസഫ് എഴുതി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജോഷി എഴുതിയെന്ന് പറയും. കാരണം എനിക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. അങ്ങനല്ല, അതിന് പിന്നിലൊരു സംഭവം ഉണ്ട്. ഷാഹി പഠിച്ചത് എനിക്കൊന്ന് പ്രേക്ഷകർക്ക് ഇത് വലിയ അറിവ് ഉള്ള അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങൾ വളരെ കുറച്ച് നാളത്തെ സൗഹൃദമാണ്. എന്നാൽ പോലെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കാം. അല്ല എക്സ്ക്ലൂസീവ് അല്ല, ഒരു സംഭവം. അപ്പം പിന്നെ ഷാഹി പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അപ്പൊ നമ്മളുള്ള പഴയ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. അപ്പൊ ഞാൻ പണ്ടൊരു സ്കൂളിൽ ഒരു ഡിവിഷൻ മാത്രം ഇംഗ്ലീഷ് മീഡിയം വരും, ബാക്കിയെല്ലാം പ്രിവിലേജ്ഡ് പീപ്പിൾ. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഏരിയയില് ഞങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്, അവിടെ പറയുന്നൊരു പറച്ചിലുണ്ട്, ആ കൊച്ചൊക്കെ ഇംഗ്ലീഷ് മീഡിയമോ, നമ്മളും ഇംഗ്ലീഷ് മീഡിയം എന്ന് വിചാരിച്ച് ശരിക്കും ആണ് നമ്മുടെ ചെറുപ്പത്തിലുള്ള ഇതാണ്. അപ്പൊ ഇവര് കുറച്ച് ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സാ. ഇവർ ഭയങ്കര കിടിലുമായിട്ട് യൂണിഫോം ഇടും, നമ്മളൊക്കെ ഇങ്ങനെ നിക്കർ മറ്റേ ഇങ്ങനെ കുത്തും എന്നിട്ട് പിന്നടിയും. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, ടക്കിങ് ചെയ്ത് നല്ല ഇതായിട്ട് പോകുന്ന ഇംഗ്ലീഷ്. അപ്പൊ അങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാണ്. അപ്പൊ നമുക്കൊരു ചെറിയൊരു സംശയം വരും, പുള്ളി അപ്പൊ ഇംഗ്ലീഷ് ഭയങ്കര ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. 3 ട്രാൻസ്ലേറ്റേഴ്സിന് ഇടവും വലവും വെച്ച് മുമ്പിലും പിറകിലും വെച്ചിട്ടാണ് ബാക്കി ഭാഷക്കാരുടെ സംസാരിക്കുന്നത്. കാരണം റോന്ത് സിനിമ ചെയ്യാൻ വേണ്ടി ജംഗിലി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിൽ ചെല്ലുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് ചോദിച്ചു, അപ്പം പറഞ്ഞ് അവിടെ ഒരു മലയാളി ഉണ്ട് സൂര്യ എന്ന് പറഞ്ഞു. ഇതൊരു കഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സൂര്യ, ഓക്കെ ഞാൻ കഥ പറയാൻ പോകും. എന്റെ ഭാഗ്യത്തിന് അന്ന് റോഷൻ അവരുടെ തന്നെ ഒരു പടത്തിന്റെ പ്രൊമോഷൻ ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പൊ റോഷനാണല്ലോ കഥാപാത്രം, റോഷൻ വരാൻ പറയുന്നു. അപ്പൊ ഒരു സ്ത്രീ അല്ലെ മീൻസ് അവിടുത്തെ ഒരു സ്റ്റാഫ് മലയാളിയാണ്, അവർക്ക് കഥ പറയണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെന്ന് കയറുമ്പം ഒരു വലിയ ഹാളിൻ്റെ അകത്ത് എനിക്ക് വന്ന് അവിടുത്തെ സെക്യൂരിറ്റി ഒഴിച്ചകത്തോട്ട് കയറ്റി വിടുന്നത്, ബാക്കി ഫുള്ള് ആൾക്കാരിക്കുക കഥ പറഞ്ഞോളാൻ. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഒരാടിക്കൽ. അവസാനം ആ കഥ മൊത്തം നറേറ്റ് ചെയ്തത് റോഷനാണ്.
മിസ്സാവുമ്പോ പറഞ്ഞു കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് എല്ലാരും വന്നിരുന്നെന്ന് പറഞ്ഞാല് ഈ ഓർഗനൈസ് ചെയ്ത ആളുകൾ പറഞ്ഞു കൊടുത്ത് ഫുള്ള് ഇംഗ്ലീഷ് മീഡിയം ആണ്, പഴയ ഇംഗ്ലീഷ് മീഡിയമാ എന്ന് പറഞ്ഞപ്പോ അവര് വിചാരിച്ചു സോ കമ്മ്യൂണിക്കേഷൻ വിൽ ബി വെരി ഈസി, കമോൺ മലയാളി വന്നിട്ടുണ്ട് ഇംഗ്ലീഷിൽ കഥ പറയാൻ. ഇത് കഴിഞ്ഞ റോഷനോട് ഞാൻ പറഞ്ഞു, റോഷൻ ഈ പടം നടന്നില്ലായിരുന്നെങ്കിൽ റോഷൻ കഥ പറഞ്ഞുകൊണ്ട് നടക്കാതെ താനെടുത്ത വലിയ റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോ ഈ ഇംഗ്ലീഷ് മീഡിയത്തില് പഠിച്ചത് കൊണ്ട് എനിക്കൊന്നും ഒരു പേപ്പർ എന്തോ ഉള്ളൂ മലയാളം. അല്ല, മലയാളം തന്നെ ഉണ്ടായിരുന്നു. മലയാളം പഠിക്കാനുണ്ടല്ലോ, മലയാളം പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. പക്ഷെ ഇംഗ്ലീഷ് മീഡിയമാണ്, പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. പക്ഷെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചുകൊണ്ട് മലയാളം അറിഞ്ഞുകൂടാ, അക്ഷരം അറിഞ്ഞുകൂടാ. എന്റെ രണ്ടാമത്തെ കാര്യമുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. എൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഉമ്മായ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പോകാനും എല്ലാത്തിലും ഭയങ്കര അലമ്പനൊക്കെയാണ്. അപ്പൊ നമ്മുടെ പഴയ കോപ്പി ബുക്ക് ഉണ്ടല്ലോ, ഇത് മൊത്തം പോയി തല്ല് കിട്ടാതിരിക്കാൻ ഉമ്മയാണ് എനിക്ക് എഴുതുന്നത്. ഇനി അതിന്റെ ഒരു രസം എന്ന് വെച്ചാൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു അസൈൻമെന്റ് പേപ്പർ മൊത്തം എഴുതി തന്ന ഉമ്മയാണ്. പരീക്ഷ പരീക്ഷ ഇംഗ്ലീഷിലല്ലേ, ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ. മലയാളം പരീക്ഷ എഴുതും. തോക്കത്തൊന്നുമില്ല. അല്ലല്ല, അന്നൊക്കെ ഓൾ പാസ്സാ. നോക്കും കുറച്ച് അക്ഷരങ്ങള് കറക്റ്റ് ആണെന്ന് പറയും. ഇപ്പൊ മാ പായൊക്കെ ഈസി ആയിട്ട് എഴുതാം. അതുകൊണ്ട് മാത്രം സീനിയേഴ്സ് ആണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയൊരു ഗുണമുണ്ട്. ഇയാളുടെ എല്ലാ കഥകളും എനിക്കറിയാം. കാരണം എന്താ വെച്ചാൽ എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്യാവശ്യം നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഈ കഥ പറഞ്ഞു തരുമ്പോൾ ഞാനാണല്ലോ, അപ്പൊ എനിക്കറിയാം ക്യാരക്ടർ എന്താണ്, ഇതെന്താണെന്ന് അറിയാവുന്നത്. അതായത് അപ്പൊ റിട്ടേൺ ബൈ ഷാഹി കബീർ എഴുതുന്ന ഒന്നും റിട്ടേൺ ബൈ ഷാഹി കബീർ അല്ല. മനസ്സിനകത്ത് ടെക്നിക്കൽ അർത്ഥം മാത്രം എടുക്കുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ടെക്നിക്കലി ആരാ എഴുതിയെന്ന് ചോദിച്ചാൽ എന്റെ ഫ്രണ്ടായ പോലീസുകാരൻ ജോഷിയാണ്, ജോസഫ് എഴുതിയ. പുള്ളി വന്നിരുന്ന് തച്ചിന് എഴുതി തരുവാ. എന്നിട്ട് ഇയാളെ വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ പറഞ്ഞാണല്ലോ, ഒരു ദിവസം ഇയാളുടെ വീട്ടിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ തന്നെ ഫ്രണ്ടിലൊരു ജോസഫ് കഴിച്ചിട്ട് വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉണ്ട് നിതീഷ് കൂട്ടത്തിൽ എന്റെ കൊറേറ്ററായിട്ടാണ്, ഇലവിടാപ്പുച്ചിയുടെ കൊറേറ്ററായിരുന്ന ഈ നിതീഷുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്നുമ്പോൾ പൂജാരുടെ എഴുത്തുമായിട്ട് അവിടെ ചെല്ലുക. ചെന്ന് ഗേറ്റ് വന്ന് വീടിനകത്തോട്ട് കയറുമ്പോൾ ഷോക്കേസിൽ ഫസ്റ്റ് ഇരിക്കുന്നു അക്ഷരാധന. ഫലം ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി, അക്ഷരാധനോ ഒന്നും കൂടെ നോക്കിയത് ആർക്കാ, ഇനി ഉമ്മായിക്കൊക്കെ ആണോ നോക്കുമ്പോ ഷാഹിക്കൊക്കെ. ഞാൻ ആദ്യമായിട്ട് ഈ നിതീഷ് സാറ് ഞങ്ങളുടെ ബാച്ചിലെ പോലീസാണ്. അപ്പൊ ഞാൻ കഥകളൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അത്യാവശ്യം സ്പോർട്സിൽ മാത്രമേ ഉള്ളായിരുന്നു. കല അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ മലയാളം പരീക്ഷ ആണെങ്കിൽ പോലും ആദ്യമേ 5 മാർക്ക് പദ്യം ഒഴിവാക്കിയിട്ടേ 45 മാർക്കിന്റെ ക്വസ്റ്റിന് ഉത്തരം എഴുതത്തുള്ളൂ. കാരണം അത് പഠിക്കില്ലേ. ഉമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് നിതീഷ് സാറ് നിർബന്ധിച്ച് ഒരു ചെറുകഥ എഴുതി തരാം ഞങ്ങളൊരു മാത്സിൽ എന്ന് പറഞ്ഞിട്ട് ആ കഥ എഴുതുന്നത് ഉമ്മയാണ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ വെറുതെ അല്ല, സംശയമുണ്ട്. അന്ന് നിതീഷ് പറഞ്ഞ ഒരു തമാശയും കൂടെ ഉണ്ട്. ഷൈസറേ, ഇയാളുടെ വാപ്പ ഇയാൾക്ക് ഷാഹിന്ന് പേരിട്ടത് 2 അക്ഷരമേ ഉള്ളൂ, തെറ്റല്ലെന്ന് വിചാരിച്ചു. അത് എഴുതുമ്പോ 3 തെറ്റാണ്. അല്ലെ, അതിൽ തന്നെ ഈ ഷാഫിക്കകത്ത് പായുടെ വകഭേദമാണ്. പാ ആണ് ഷായായിട്ടും ഹായും ഹീയും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ ഒരു അക്ഷരം അതി തെറ്റിക്കും. ഷാട പള്ളിയൊക്കെ തെക്ക് വടക്ക ഇങ്ങനെ പോയി ചുഴറ്റി പോവും. ഈ ഉന്മാദം എഴുതിയത് ഷാഹിക്ക് തന്നെയാണ്. അതിന്റെ അകത്ത് 2 പേരുണ്ടായിരുന്നു. ഇപ്പൊ പുതിയ അസിസ്റ്റന്റ് ഡയറക്ടറുണ്ട് അഭിരാമ, സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആണ്. പിന്നെ രതീഷ് കുമാർ രാജൻ. ഞാൻ നടക്കുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ. അതിന്റെ 2 കാര്യമുണ്ട്. ഇതിന് തമാശ ഇത് ഓക്കെയാണ്, ഇത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കണ്ണടച്ചിടുന്ന ഒരു സിനിമ കാണുന്ന കഥ പറച്ചിലാണ് എനിക്ക്. ഇതിനകത്തൊരു കഥ നടക്കുന്ന ഇദ്ദേഹത്തിന്റെ തലച്ചോറിനകത്താണ്. അപ്പം ഈ പറഞ്ഞ ഞാൻ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ, കഴിക്കാൻ അറിയാവുന്ന പട്ടിക്ക് തല വേണ്ടെന്ന. അരെ ഇതിലെ രസം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്, മനസ്സിനകത്ത് തലയ്ക്കകത്ത് കഥ കാണും. അവർക്ക് എഴുതാനുള്ള ഒരു ഇത് കാണുമല്ലോ. അപ്പൊ അതൊരു തടസ്സമല്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷാഹി. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു എന്താ പറയുന്ന ഒരു പ്രചോദനം, ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ്. കാര്യം ഇതൊന്നും ഒരു മാറ്റർ അല്ല. അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ തലച്ചോറിന്റെ ക്രിയേറ്റിവിറ്റിയാണ് ഇത് എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളത് അതെങ്ങനെ ഫലിപ്പിക്കുന്നു എന്നുള്ളത് ഒരു ഈ ഭാഷ ഒരു എഴുത്തോ ഒന്നും ഒരു എനിക്കൊരിക്കലും ഒരു നോവൽ എഴുതാൻ പറ്റില്ല, കാരണം അത്ര ഭാഷാ പരിജ്ഞാനം. പക്ഷെ ഒരു തിരക്കഥ എഴുതാൻ വളരെ ഈസിയാണ്, കാരണം ഭാഷാശുദ്ധിയോ അതിന്റെ ഒന്നും ആവശ്യങ്ങളില്ല. നമ്മൾ കാണുന്ന കാര്യം അല്ലാത്ത സമയത്ത്, ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് സുഹൃത്തുക്കൾ, അതായത് ഞങ്ങൾ എഴുതി സഹായിക്കുന്ന സുഹൃത്തുക്കൾ അല്ലാത്ത സമയത്ത് ഇയാൾ ഡയറിയിൽ കുറിച്ചു പോകും.
എന്നിട്ട് അതാണ് ഏത് ഭാഷയിൽ? അതെനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. അത് സ്വാഭാവികമായിട്ടും മംഗ്ലീഷിലായിരിക്കും. എനിക്കൊരു സംശയമുണ്ട്. ഇദ്ദേഹം ഓൾറെഡി ഇപ്പോ ലോക്കൽ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്ന കക്ഷിയാണ്. അപ്പം ഒന്നില് മാറാട് ഉത്തരം പറയും, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. എന്റെ അടുത്ത ചോദ്യം അതാണ്. ഇത് ഞാൻ തന്നെ പറയാം. കാരണം പോലീസുകാരാണ് എന്നാ പറയട്ടെ, കിടിലമായിട്ട് എഴുതുന്നത്. എന്താ പറയട്ടെ, ഞാൻ സിനിമാക്കാരനാവുന്നതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ്. ഞാൻ KP നിന്ന് കോട്ടയം AR ക്യാമ്പിൽ വില്ലിങ് കൊടുക്കാൻ വരുന്നു. എന്നുവെച്ചാൽ അവിടെ ജോലി ചെയ്താൽ മതി, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. കാരണം ഇവരൊക്കെ അവിടെ ഉണ്ടല്ലോ, ഇവരെല്ലാം വില്ലിങ്ങുകാരാണ്, ചെമ്പുകളാണ് പോലീസ് ഭാഷ. അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് പുതിയ ഓർഡർ AR ക്യാമ്പ് ഇല്ലാതാക്കി. ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പോകണം. അന്ന് എന്റെ ഭയം, ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പോയാൽ പോലീസ് കേസ് എഴുതേണ്ടി വരും. ഈ കേസ് എഴുതിയാൽ ജഡ്ജ് ഉറപ്പാണ് എന്നെ വിളിച്ച് എഴുത്താണെന്നുണ്ടെങ്കിൽ പറയാം, ഒന്നുമില്ല ജഡ്ജി ആ പേന താഴെയിട്ട് ഇത് എഴുതി അവനിക്ക് വരാൻ പറ സാറേ വേറെ ഡ്യൂട്ടിക്ക് വരും, അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ ജീവൻ മരണ പോരാട്ടമായിരുന്നു. കേസ് എഴുതാതിരിക്കാൻ വേണ്ടി തിരക്കഥാകൃത്ത അയാളാണ്. ഞാൻ ഒരു എഴുതേണ്ടി വന്നിരിക്കുമല്ലോ, എങ്ങനെ എഴുതി നിങ്ങൾ? ഇയാളോട് ഞാൻ പറഞ്ഞില്ല, എന്റെ സാബുമോനെ പേപ്പർ ഇടുന്ന ഞങ്ങളാ. അത് വേറെ കഥയുണ്ട്. അപ്പൊ ഞാൻ ചെല്ലുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് മെസ്സേജ് എഴുതിയെടുക്കേണ്ട ഒരു സമയമാണ്, പാറാവ്. ഞാൻ എഴുന്നിട്ട് മംഗ്ലീഷിൽ എഴുതിയെടുക്കും, എന്നിട്ട് അപ്പുറത്ത് കൊടുക്കണമല്ലോ. അത് ഞാൻ മലയാളം മറ്റേ അക്ഷരമാലയൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ട് പയ്യെ എഴുതും. എൻ്റെ കൈയക്ഷരവും ഭയങ്കര പോറാ. അപ്പൊ ഇത് ഞാനിങ്ങനെ അപ്പൊ ഒരു ദിവസം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ തിരക്കഥ എഴുതാൻ നടക്കുന്നു. ജോസഫ് പറയുന്ന എൻ്റെ സീനിയറായിട്ടുള്ള ഒരു SI ഉണ്ട്, ഞങ്ങളുടെ പോലീസ് സീനിയറായിരുന്നു. പിന്നെ പുള്ളി SI ആ സ്റ്റേഷനിൽ SHO ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ അകത്തിരിപ്പുണ്ട്. പെട്ടെന്ന് ഞാനിതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ നേരം ഇയാൾ ഒന്ന് പെട്ടെന്ന് ഇതിങ്ങോട്ട് എടുത്തിട്ട് എല്ലാരും ഓടി വാ, തിരക്കഥാകൃത്ത് എഴുതിയത് വായിച്ചു. അവൻ മറ്റേ അക്ഷരമാല വെച്ചോണ്ടിരിക്കുകയാണെന്ന്. എഴുതിയ ഡയറി ചിലപ്പോ ഇയാള് റൂമിൽ ഇട്ടിട്ട് പോകും. അപ്പൊ നമുക്ക് ഒക്കെ പേടിയാ, നമ്മൾ എഴുതി വെച്ചൊക്കെ ഇനി ആരെങ്കിലും എടുത്ത് വായിച്ചാലോ. എനിക്ക് ആ പേടിയില്ല, കാരണം ഇത് ഞങ്ങൾ 1-2 പേർക്കല്ലാതെ ആർക്കും വായിക്കാൻ ഇത് അറിയത്തില്ല ഇത് എന്താ എഴുതി വെച്ചേക്കുന്നത്. പണ്ട് നായാട്ട് എഴുതാണ്ടിരിക്കുന്ന സമയത്ത് മാർട്ടിൻ പ്രക്കാടിന്റെ ഫ്ലാറ്റിന്റെ റൂമിലിരിക്കുക. അപ്പം മാർട്ടിൻ ഞാൻ അപ്പുറത്തെ റൂമാണ്, ഞാൻ ഇപ്പുറത്തെ റൂം. അവിടെ ഭയങ്കര എയർ സർക്കുലേഷനാണ്. അപ്പം ഞാൻ ബാക്കിലത്തെ വിൻഡോ തുറന്നിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് മാർട്ടിൻ ചേട്ടൻ ഫ്രണ്ടിലത്തെ വാല് തുറക്കുകയും ഒരു വൻ കാറ്റടിക്കുകയും ഇത് മൊത്തം ജനലിൽ കൂടെ പറന്നു പോവുക. മാർട്ടിൻ ചേട്ടൻ ടെൻഷനായി, ഞാൻ പേടിക്കണ്ട, അത് വായിച്ചിട്ട് ഒരിക്കലും കൊണ്ടുപോയില്ല. വയർലെസ്സിലൊക്കെ മാന്തോട്ടത്തെ ജംഗ്ഷനിൽ മൃത്യുഞ്ജൻ എന്നൊരു വ്യക്തി ബഹളം ഉണ്ടാക്കുന്നൊക്കെ അക്ഷരമാലയുടെ പുസ്തകം എടുത്ത് നോക്കിയ മ്ലായും ഇല്ല, ട്യൂവും ഇല്ല, എങ്ങനെ എഴുതുന്നുള്ളേ. അന്നേരം സമാധാനമായല്ലോ. എന്റെ 2 വിഗ്രഹങ്ങളാണ് ഉടഞ്ഞത്. അല്ല പക്ഷെ ഇത് ഒന്ന് ഈ വിഗ്രഹമായിരിക്കും. അല്ല ഷാഹിക്കയിലെ 2 വിഗ്രഹങ്ങൾ. ഏതൊക്കെയായിരുന്നു? ഒന്ന് നാഷണൽ അവാർഡ് വിന്നിംഗ് റൈറ്റർ. അതിന് തിരക്കഥയ്ക്കാണല്ലോ എനിക്ക് അവാർഡ് കിട്ടിയത്, സാഹിത്യത്തിനല്ല. അല്ലേ? തിരക്കഥയ്ക്ക് കിട്ടി, അവിടെയാണ് പ്രശ്നം. ആ വ്യക്തിക്ക് അറിയില്ല, പക്ഷെ മനസ്സിലുണ്ട്. 2 വളരെ സീരിയസ് സിനിമകൾ ചെയ്യുന്ന ആൾ ഇത്രയും ലൈവ്ലി ആയി ജോളിയായിട്ട് ഞാൻ സത്യം പറഞ്ഞു വിചാരിച്ചിട്ട് കൂടി ആറോടാ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുണ്ടാവും. അത് ഞാൻ ലിജോ ഇതുപോലെ പറയും. ലിജോയുടെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലേ ഒന്നും മനസ്സിലായില്ല. സംഭവം ഇവിടെ ഇതിരിക്കുന്നത് ഇതിങ്ങനെ റിയൽ ആയിട്ടുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി നിന്ന്. ഇത് റെഫറൻസ് മാത്രമാണ്, ഇങ്ങനെ നോക്കിയിട്ട്. എഴുത്തിനൊക്കപ്പുറം വായനാശീലമാണ് നമ്മളെ ഇങ്ങനെ അല്ലെ ആ ചിന്തയിലുണ്ടാക്കുന്നത്. ഞാൻ വായിക്കുമായിരുന്നു, എഴുത്ത് എനിക്ക് ഒട്ടും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷായ് സാർ തമാശ പറഞ്ഞല്ലേ എന്റെ ലീവ് പേപ്പർ വെച്ചോണ്ടിരുന്നത്. ഇപ്പോഴും ഷായ് സാർ അല്ല, പണ്ട് ഞാനിപ്പോ റിസൈൻ ചെയ്തു. പണ്ട് ക്യാമ്പിലായിരിക്കുന്ന സമയത്ത് ശരിക്കും എനിക്ക് ഒരു ഇരട്ടപ്പേരുണ്ട്. അതുകൂടെ അതുകൂടെ പറഞ്ഞോളൂ. ഇയാളുടെ ഓരോരുത്തർക്കും എന്നെ മാറാട് ഷാജി, അതായത് എൻ്റെ ഒരു ശരിക്കും ഇരട്ടപ്പേരാണ്. ഞാൻ എൻ്റെ പേരിനോട് കൂടെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ഷാജി മാറാട് എന്നുള്ളത്. വീട് സ്ഥലത്ത് മാറാടൊന്നും അല്ല, കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. എന്ന് വെച്ചാൽ പോലീസിൽ ഒത്തിരി ഷാജിമാരുണ്ട്. അപ്പൊ ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഷാജികളുണ്ട്. മാറാട് ഡ്യൂട്ടിക്ക് പോയിട്ട് പിന്നെ ആബ്സെന്റ് ആയി പണിഷ്മെന്റ് കിട്ടി, അന്ന് അറിഞ്ഞ ഷാജിയാണ്. അങ്ങനെയാണ് മാറാട് ആബ്സെന്റ് ആയ ഷാജി മാറാട് ഷാജി ആയതാണ് ഡ്യൂട്ടിയിൽ. അപ്പൊ ഈ കോമൺ പേരുകാർക്ക് അങ്ങനെ ഇരട്ടപ്പേരുണ്ട്. ഈ ഷാഹി പിന്നെ കോമൺ നെയിം അല്ല. പക്ഷെ ഷാഹി അവിടെ വന്നപ്പോൾ ഷാഹിക്ക് ഒരു ഇരട്ടപ്പേര് വന്ന് വീണു. കാരണം ഞങ്ങളുടെ ഒരു ഓഫീസറുടെ ഒരു ഇൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനല്ല, ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു പോലീസുകാരൻ ഒരു കുട്ടി ഉണ്ടായി. അപ്പൊ അവിടുത്തെ ഏറ്റവും അലമ്പ് പിടിച്ച വേറെ അർത്ഥത്തില്ല, ആർക്കിട്ടെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ ചെന്നിട്ട് ചോദിച്ച്, ആ പോലീസുകാരൻ ഞാൻ മുസ്ലിമാണ്, ചെന്ന് ചോദിച്ച് കുട്ടി ഉണ്ടായി ഷാഹി എന്ന് പേരിട്ടാലോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എടുത്തടിക്കും, ഒച്ചത്തീരടിക്കും. എന്നാ പിന്നെ യു ഷാഹി യു ആ ഉടായിപ്പ് ഷാഹി.
ഇവന്റെ പല സുഹൃത്തുക്കളും ഇപ്പോഴും ഇവന്റെ ബാച്ചിലുള്ള പോലീസുകാർ പലരും അവന്റെ പേരില്ല, യു എന്ന് മാത്രമാണ് സേവ് യു ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാ വിളിക്കുന്നത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് യു എന്നാണ്. അപ്പോ ഇയാള് ലീവ് പേപ്പർ ഇടുന്ന സമയത്ത് ലിയോപ്പറിനേക്കാൾ ഒരു കോമഡിയാണ്. ഒരു ഒരു ദിവസം ഞാനും ഷിൻസ് എന്ന് പറഞ്ഞ എൻ്റെ തൊട്ട് ജൂനിയറായ പോലീസുകാരനും കൂടെ ഒരു പ്രതിയുമായിട്ട് പോവാം. അപ്പോൾ പ്രതിയുമായിട്ട് പോയി കോടതി ചെല്ലുന്ന സമയത്ത് ഈ കൊട്ടേഷൻ അങ്ങനെ ഉള്ളൊരു പ്രതിയാണ്. ഇവൻ ആരോ കൊണ്ട് കാശ് കൊടുത്തു, ഞങ്ങൾ കാണാതെ. ജസ്റ്റ് അപ്പം കണ്ട് പിടിച്ചപ്പോൾ ഇവൻ ഭയങ്കര ഷോയും ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് സീനിയറായിട്ടുള്ള പോലീസുകാരൻ പറഞ്ഞത് ഇത് അകത്തൊരു മജിസ്ട്രേറ്റിന് ഒരു കത്ത് കൊടുക്കണം. സീനിയർ ഞാനാണല്ലോ എഴുതുന്നത്. ഞാൻ പറഞ്ഞു ഷിൻസെ പണിവാളി, ഷിൻസ് ഇത് കഴിഞ്ഞ് അപേക്ഷയൊക്കെ കൊടുത്തു. അപ്പോൾ സീനിയറെ എൻ്റെ പേരിലെ കൊടുക്കാൻ പറ്റും. ഞാൻ ഒപ്പിടാൻ നോക്കുമ്പോൾ യൂഷായി മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന പേപ്പറിൻ്റെ താഴെ യൂഷായി എനിക്ക് ഒപ്പിടാൻ തന്നിരിക്കുക യൂഷായി. ഇതിന് വേറെ രസം എന്ന് പറയുന്നത് ഈ യൂഷാഹിയുടെ ആദ്യത്തെ സിനിമയാണ് യു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. മൊത്തത്തിൽ ഊവാണ്, മനസ്സിലായോ? ആദ്യമായിട്ട് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലീസിൽ ഒരു ദിവസം ഇയാളുടെ ലീവ് പേപ്പർ ഇയാളുടെ ഒരു സുഹൃത്ത് എഴുതിക്കൊണ്ട് തന്നു. കല്യാണത്തിന്റെ ലീവ് പേപ്പറാ. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ ഞാൻ ലീവ് പേപ്പർ ഇങ്ങനെ വായിക്കുകയാണ്. ഇവൻ എഴുതിയാലും നമുക്ക് ഉറപ്പാണല്ലോ. ഞാൻ എഴുതുന്നതാണ്. അന്ന് വേറെ എഴുതി. ഞാൻ നോക്കുമ്പോ താഴെ യു ഷാഹി ഒപ്പിട്ടേക്കുന്നത്. യു ഷാഹിയോ? ഞാനിപ്പൊ മനസ്സിൽ ആലോചിച്ചു മിക്കവാറും ഈ ഇന്റർവ്യൂ കാണുന്ന ഏതെങ്കിലും ടൈറ്റിൽ ആയിരിക്കുന്ന പയ്യൻ അടിച്ചു അത് ഷാഹി കപൂർ ആണ് എല്ലായിടത്തും. ഷാഹിദ് കപൂർ ഉണ്ട്. അത് ഇവന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. എന്താ വെച്ചാല് ആ ജോസഫ് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇയാളെ പറ്റിയിട്ട് എഴുതുന്ന ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിയാണ്. ഇന്ന് വരെ ആരും വളരെ ഷാഫി എന്ന് എഴുതും, അല്ലെ ഷാഹി കപൂർ എന്ന് എഴുതും. എന്തായാലും ആ തെറ്റ്. ഞാൻ ഇവൻ എഴുതുന്ന പോലെ തന്നെയാണല്ലോ ഇവനെ പറ്റി. എന്റെ പേരിന്റെ അകത്ത് KABIR എന്നാണ് കബീർ. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഈ മാർക്കറ്റിംഗിലൊക്കെ വരുമ്പോഴും എല്ലാത്തിലും വരുമ്പോൾ KBER. ഇതിങ്ങനെ തന്നെയാണ്. ഒരു മോചനമില്ല. ഇപ്പൊ നമ്മള് ഹാപ്പി ആയി. ഇപ്പൊ ആരെങ്കിലും ഷാഹി കപൂർ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കുറെ താത്വികമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നതാ. പക്ഷെ ഒറ്റ കാര്യം, എന്തെങ്കിലും ഒരു താത്വികമായ ചോദ്യം വെച്ചാൽ എനിക്കൊരു മാതിരി ഒരു സമാധാനം കിട്ടത്തില്ല. ചോദ്യം സിനിമയുമായി ബന്ധപ്പെട്ടതാ. താത്വികമായ ചോദ്യമാണ് അതേയുള്ളു. സിനിമയുമായി ബന്ധപ്പെട്ട് അതായത് കിരൺ ആണല്ലോ കിരൺ ദാസ്. അപ്പൊ കിരണിന്റെ ഫസ്റ്റ് ഡയറക്ഷൻ പുള്ളി എഡിറ്ററുമാണ്. ഞാൻ ഈ ട്രെയിലർ 5-6 വട്ടം കണ്ടു. എന്തെങ്കിലും കഥയുമായി ബന്ധപ്പെട്ട് പിക്ക് ചെയ്ത് ഒരു സൂപ്പർ നാച്ചുറൽ ആണോ, അല്ലെങ്കിൽ ഇതൊരു ഹൊറർ പടമാണോ, ഈ ഫയലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് ആണോ, എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഇല്ല. ഞാൻ പറയുന്നത് ഒരു ഡയറക്ടർ ട്രെയിലർ കട്ടിന് എഡിറ്ററായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ട്രെയിലർ കട്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൊടുക്കരുത് എന്നാ ഹിന്റ് കൊടുക്കുകയും വേണം. ഇതിൻ്റെ അകത്ത് രസം എന്ന് വെച്ചാൽ കിരൺ ദാസ് സ്വന്തമായി എഡിറ്റ് ചെയ്യുന്ന പടത്തിന്റെ ട്രെയിലർ കട്ട് ചെയ്യില്ല. എനിക്ക് അല്ല, എൻ്റെ പടം ഇപ്പൊ എലവിട പുഞ്ചിരയാണെങ്കിലും എനിക്ക് അജ്മൽ സാബുമാണ് എലവിട പുഞ്ചിരയും പ്രോന്തും കട്ട് ചെയ്തത്, ട്രെയിലർ കട്ട് ചെയ്ത ഇതാണ്. കിരൺ സ്വന്തമായി എഡിറ്റ് ചെയ്യുന്ന പടത്തിന്റെ ട്രെയിലർ കട്ട് പിടിക്കാറില്ല. എനിക്കറിയില്ല കിരൺ കൊടുത്ത ആളുടെ പേര്, അതിന്റെ മിസ്സിംഗ് ആണ്. വേറൊരാളാണ് കട്ട് ചെയ്തത്. നമുക്കൊരു ഒരു ഇതുണ്ടാവോ ശൈഖ്, അത് ഇന്ന കാര്യങ്ങൾ വരണം, ഇന്ന കാര്യങ്ങൾ വരരുത്? അല്ല, അത് ഭയങ്കര ഒരു സിനിമ എഡിറ്റ് ചെയ്യുന്നതിനേക്കാളും പാടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടൈമിനകത്ത് ഇത് റിവീൽ ആവുകയും ചെയ്യരുത്, എന്നാൽ ഇത് ആളുകളുടെ ഉദ്വേഗം ജനിപ്പിക്കുകയും ചെയ്യണം. അത് വേറൊരു കഴിവാണ്. ഈ പടത്തിന്റെ ട്രെയിലർ കട്ട് ചെയ്ത ആള് വളരെ മനോഹരമായി അത് സിമ്പിൾ റിവീൽ ചെയ്യാൻ ഭയങ്കര പാടുള്ള ഒരു കഥയുമാണ്. നമ്മൾ ഈ ആഡ് ഫിലിംസ് നോക്കിയാൽ മതി, 15 സെക്കൻഡിനകത്ത് കാര്യം മൊത്തം പറഞ്ഞു തീർക്കണം. അപ്പൊ അതിന്റെ ഒരു പിടുത്തമാണ്. പക്ഷെ ഇത് നമ്മളൊരു 2 മിനിറ്റ് 2.5 മണിക്കൂർ പടമാണല്ലോ, കട്ട് ഷോട്ട് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ ഒരു പേസും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഈ പോലീസ് കഥകൾ ഓരോരോ POV പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന ഹൈ ആണോ? അത് നമ്മുടെ ഇല്ല, അങ്ങനെ ഹൈ എന്നൊന്നല്ല ഞാൻ പറയില്ല. ഇത് ചില സിനിമകൾ ഇപ്പം ഞാൻ പറയട്ടെ, ഭയങ്കര കൃത്യമായി പറയണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമകളുണ്ട്. ഒരു രാഷ്ട്രീയം ഇപ്പം റോന്തോ നായാട്ടോ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ച സിനിമയാണ്. ജോസഫ് എന്ന് പറയുന്നത് എന്നോട് ഒരു കുറ്റാന്വേഷണ സിനിമ ഒരാൾ എഴുതാമെന്ന് ചോദിച്ചിട്ട് കൃത്യമായി ഒരു കഥ ഉണ്ടാക്കിയെടുത്ത സിനിമയാണ്. എൻ്റെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്ന് വെച്ചാൽ ഈ ക്ലീഷേ ക്രിഞ്ച് പരമ്പരാഗതമായി മാറ്റി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ സിനിമയിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരുന്നു, കേസ് കണ്ടുപിടിക്കുന്നു. അപ്പം അതിൻ്റെ അകത്തൊരു തോന്നില്ല, ഒന്ന് മാറ്റി റിട്ടയർഡ് പോലീസുകാരൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. പിന്നെ നമുക്കറിയാവുന്ന മലയാള സിനിമയിലെ ബഹുഭൂരിപക്ഷ സിനിമകളിലും ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഒരു അവിഹിതവുമായി റിലേറ്റ് ചെയ്താണ് മെജോറിറ്റി സിനിമകളിലും. അപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. മൂന്നാമതെല്ലാം കഴിഞ്ഞിട്ട് നായകൻ വന്നിട്ട് നിവർന്നിരിക്കുന്ന
എല്ലാം ആരും കാണാത്ത കാര്യം പറയുന്നു എന്ന് പറയുമ്പോൾ മരിച്ചുകൊണ്ട് തെളിയിക്കുക എന്ന് പറഞ്ഞ വേറൊരു ട്രിപ്പ് പിടിച്ചു. അപ്പോൾ ഇയാളുടെ കുടുംബത്തെ കൊല്ലണം. അപ്പോൾ ഫാമിലി ആഡ് ചെയ്തു. പിന്നെ ആ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ആൾക്കാർക്കൊക്കെ പൊതുവെ ധാരണ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയോ ബോധമൊക്കെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലെ ഒരു ഭയമായിരുന്നു അവയവ കച്ചവടം എന്നൊക്കെ പറഞ്ഞ് അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇപ്പോഴും മാർക്കറ്റുണ്ട്. പ്ലേസ് ചെയ്തു. അത് അങ്ങനെ ഒരു ഫോം എന്ന് വെച്ചാൽ ഒരു കുറ്റാന്വേഷണ സിനിമ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പം അത് അങ്ങനത്തെ സിനിമയാണ്. പക്ഷെ നായാട്ട് അങ്ങനല്ല. കേട്ട ഒരു ചെറിയ ഇവന്റിൽ നിന്ന് ഭയങ്കരമായിട്ട് ട്രിപ്പായതാണ്. റോന്ത് എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. കാരണം ഷാഹി സാറിന് അറിയാം, ഞങ്ങളുടെ 2 പോലീസുകാരൻ അതിൻ്റെ അകത്ത് വളരെയധികം പെട്ടുപോയ 2 പോലീസുകാരുണ്ട്. അപ്പോൾ അവരുടെ കഥ പറയണമെന്ന് തോന്നിയിരുന്നു. റോന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, റോന്നിന്റെ ക്ലൈമാക്സിനെ പറ്റി 2 അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് കിട്ടതുപോലെ ആയിരുന്നു എന്നുള്ളത് വേറെ എന്തെങ്കിലും മൈൻഡിലുണ്ടായിരുന്നു? ഒന്നുമില്ല. സത്യസന്ധമായി ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിലെ ചെറുപ്പക്കാരനായ പോലീസുകാരൻ ഒരു സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഹൈവേയിലോട്ട് ഓടി ആത്മഹത്യ കിളി പോയി കേസിൽ പെട്ടു എന്ന് പറഞ്ഞ് ഓടി വന്നു നിന്നു. ഭാഗ്യത്തിന് ഒരു വണ്ടി ഒരു ലോറിയോ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ചവിട്ടി നിന്നുകൊണ്ട് തൊട്ടൂർ പോലീസുകാരനായിരുന്നു മാത്രമേ രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ റോന്ത് റിയൽ സംഭവിക്കേണ്ടതാണ്. റോന്തല്ല, അത് സംഭവിച്ചില്ല. അയാൾ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അവൻ അങ്ങനെ സംഭവിച്ചു പോയെന്ന് അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അവരുടെ കേസ് ഇന്നും തീർന്നില്ല. ആ കേസിലെ എനിക്ക് തോന്നുന്നു പ്രതികൾ 14 അല്ല അത് പറയുന്നില്ല, അതിന്റെ അല്ല, ആ കേസിലെ പ്രതികൾ ചിലപ്പോൾ 14 വർഷം ആകാറായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും അവരുടെ ആ പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ നടന്ന് കേസ് ആക്കില്ല. അവരെ കോടതി പറഞ്ഞ് തിരിച്ചെടുത്തു. സർവീസ് ഇൻക്രിമെന്റ് ഒന്നും ഇല്ലെന്നോ ഇപ്പൊ കേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 14 വർഷമായിട്ട് അവരുടെ കേസ് വെച്ചിട്ടില്ല. എന്നുവെച്ചാൽ പോലീസ് അന്വേഷിച്ച് ഫയൽ കൊടുത്തു. എനിക്ക് ഷാഹി സിനിമ അല്ല, അതായത് ഇവരുടെ സിനിമകൾക്കകത്ത് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ കാണാത്ത പോലീസുകാരുടെ ഒരു ആംഗിൾ ഉണ്ട്. അത് ഞാൻ വേറെ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടോ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് പിന്നെ അധികം ആക്സസിബിലിറ്റി ഇല്ലാത്തൊരു വിഭാഗമാണ് ഈ പോലീസുകാർ. കാര്യം ഒന്ന് ഈ പഴയ ബ്രാൻഡിങ് ആണ്. ഈ സായുധ സേന, അക്രമികള്, ക്രിമിനൽസ്, പോക്കില്ലെങ്കിൽ പോയി പോലീസിൽ ചേരട എന്നൊരു പഴഞ്ചൊല്ല് വരെ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മുരടനായ ഭയങ്കര റൂഡായ ആളുകളെ പിടിച്ചു പറിക്കാൻ നടക്കുന്ന ഒരു ക്രിമിനലൈസ്ഡ് വിഭാഗം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ പോലീസിന്. ഓൾ ഓവർ ഇന്ത്യ അങ്ങനെയൊക്കെ തന്നെയാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. ആ ഒരു ബിംബങ്ങൾക്കകത്ത് നിൽക്കുന്ന ഇവര് മനുഷ്യരാണ് എന്നുള്ള ഒരു ആംഗിളിൽ അത് വളരെ റെയറായിട്ട് ആളുകൾ കൈവച്ചിട്ടുള്ളൂ. പക്ഷെ പിന്നെ പ്രത്യേകിച്ച് ഇവർ ഇൻസൈഡേഴ്സ് കൂടെ ആയതുകൊണ്ട് അതിന്റെ പെയിൻ ആക്ച്വലി ഇവർക്ക് മനസ്സിലായി. അതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയിലൂടെ പോലീസിൽ സെലക്ഷൻ കിട്ടുന്നൊരു കാലം വന്നു. എനിക്കൊന്ന് 90s ഒക്കെയാണ് അല്ലേ, 89 90s ആദ്യത്തെ PSC ലാസ്റ്റാണ് PSC പരീക്ഷയുള്ള പോലീസുകാർ. അവിടെ തൊട്ട് പോലീസുകാർ മാറി, കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ്. പോലീസുകാരിൽ ഭയങ്കര പ്രകടമായ മാറ്റം വന്ന് തുടങ്ങിയത് ഒരു 96-നൊക്കെ ശേഷമുള്ള ബാച്ചുകളിൽ വന്നിട്ടുള്ളതെല്ലാം ഏറ്റവും മിനിമം ഒരു MA BEd അല്ലെങ്കിൽ ഒരു MA LLB ഒക്കെ ഉള്ളവരാണ്. ഒരു ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ മാറ്റം ആരംഭിക്കുക. നമുക്ക് വളരെ പ്രകടമായ മാറ്റം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോഴ്സിനകത്തുണ്ടായിരുന്ന ഒരു പോളിഷ്നെസ്, ഈ പഴയ പോലീസിൽ നിന്ന് ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഇപ്പൊ ഫോഴ്സ് ഭയങ്കരമായിട്ട് മാറി. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ ഈ ചട്ടങ്ങൾ ഇപ്പോഴും പഴയതാണ്. ആ ചട്ടങ്ങൾക്കകത്ത് ഈ മനുഷ്യർ കുരുങ്ങി കിടക്കും. അതിന്റെ പെയിൻ ഇവരെ കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മളിൽ എത്തിച്ചേരാൻ തോന്നിയിട്ടുണ്ട്. ട്രെയിനിങ് പ്രോസസ്സുകളിൽ തന്നെ ഞങ്ങളെക്കാളും ഭീകരമായിരുന്നു ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ. ട്രെയിനിങ്ങിന്റെ ഒരു ഭീകരതയുണ്ട്. അത്രയും അത് കുറച്ചുകൂടെ ഇപ്പോൾ വളരെ കുറച്ചും കൂടെ ഒക്കെ ഇതായിട്ടുണ്ട്. എന്നെ ചുരുക്കി പറഞ്ഞ ഇപ്പൊ പോലീസുകാർ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടിക്കില്ല. ഇപ്പൊ സംസാരിച്ച് ഒരറ്റം പറ്റുമ്പോഴേ അടിക്കും എന്നാണ് ഈ പറയുന്നത്. അല്ല അങ്ങനല്ല, കാരണം എല്ലാവരും അവനവന്റെ കൃത്യമായ കാര്യങ്ങളുണ്ട് നോക്കാൻ എന്നുള്ള ഒരു ലൈനിലോട്ട് എത്തി. അല്ലാതെ ഇതൊരു പലപ്പോഴും പറയല്ലേ പിടിച്ചു പറിക്കുക അങ്ങനൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്ന ഒരു പോലീസുകാരുടെ ഒരു കാലഘട്ടത്തിലാണ്. 2 ചോദ്യങ്ങൾ വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ ഉന്മാദം ഒരു സസ്പെൻസ് നൽകുന്ന ഒരു പടമാണ്. അതായത് ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ട്രെയിലറിൽ ഒരു ഭയങ്കര ത്രില്ലിംഗ് മൊമെന്റ്സ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ആ സസ്പെൻസ് ഫാക്ടർ. ഇത് ഞാൻ പറയട്ടെ, ഇത് പല ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഏതാണ്, ഇത് പല ജോണറുകളുള്ളതാണ് സിനിമയാണ്. ആ ജോണറിൽ സസ്പെൻസ് വരുന്നു, എല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഇവൻസ്, ഫാമിലി ഡ്രാമയുണ്ട് അല്ലേ, ആക്ഷൻ ഉണ്ട്, സൈക്കോളജിക്കൽ, അങ്ങനെയല്ല പല പല കാര്യങ്ങൾ ചേർന്നിട്ടൊരു ഇതാണ്. ഓക്കെ. രണ്ടാമത്, ഇപ്പൊ കിരൺ എഴുതിയതുപോലെ തന്നെ രതീഷ് അമ്പാടിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. ആ പ്രോജക്റ്റ് ആണോ? ഇല്ല, ആ പ്രോജക്റ്റ് ഇപ്പം ഇല്ല. അങ്ങനെ ഒരു കഥ വർക്കായില്ല. നമ്മൾ സംസാരിച്ചിരുന്നൊരു കഥ നല്ല രീതിയിൽ അവസാനിച്ചില്ല. അത് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നി. ചില നമ്മൾ ഉപേക്ഷിച്ച സിനിമകളാണ് കൂടുതൽ.
റീവർക്ക് അങ്ങനത്തെ വേറെ ഒരു പ്ലാനിങ് ഇല്ല, അത് പിന്നെ അത് സ്റ്റാൻഡ് ചെയ്യും. നമ്മൾ പറയത്തില്ല, ഒരു കാലഘട്ടം മാറി കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചതിന്റെ സിമിലർ ആയ ഒരു കഥ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ പുറത്തിരുന്ന് സംസാരിക്കുന്നതിലെ കഥയില്ല. ഓക്കെ, താങ്ക്സ് ഫോർ ദ ക്ലാരിഫിക്കേഷൻ. ഉന്മാദം ഗംഭീരമാവട്ടെ. 31 നിങ്ങളുടെ ദിവസമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.